ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി, നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കാനും, ഇന്നുണ്ടെങ്കിൽ ചുരിദാറിൽ ബോർഡറിൽ കൊടുക്കാനും, ഷോളിൻ്റെ ബോർഡറിൽ കൊടുക്കാനും പറ്റിയ അടിപൊളി സ്റ്റിച്ചാണ് ഞാൻ ചെയ്യാൻ വന്നത്. ഇതിപ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ പേരാണ് നമ്മുടെ ഫെദർ സ്റ്റിച്ചാണ്. ആ സ്റ്റിച്ചിനെ കുറിച്ച് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ മതി. അതിൻ്റെ ട്യൂട്ടോറിയൽ ഉണ്ട്. അത് നോക്കി പഠിച്ചതിന് ശേഷം ഇതിങ്ങനെ ചെയ്താൽ മതിയാവും. ഈ ഒരു റൗണ്ട് കറക്റ്റായിട്ട് എന്തേലും വെച്ച് ചെയ്താൽ മതി. ഞാനൊരു പാത്രത്തിനെ മൂടിയിട്ടാണ് കേട്ടോ ആ റൗണ്ട് ഞാൻ കറക്റ്റായിട്ട് ഷേപ്പാക്കി വരച്ചത്. അതിനുശേഷം ഓരോ ചില്ല പോലെ ഇങ്ങനെ ഓരോരോ വര ചരിച്ച് കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഫെദർ സ്റ്റിച്ച് അങ്ങ് ചെയ്തെടുക്കുക. ഫെദർ സ്റ്റിച്ച് ചെയ്യാൻ വളരെ പാടൊന്നുമില്ല, ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളും അങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒറ്റ നൂലാണ് കേട്ടോ. അതായത് സിംഗിൾ ലെയറായിട്ടാണ് ഞാൻ നൂല് എടുത്തിട്ടുള്ളത്. ഡബിൾ ലെയറിൽ എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര വൃത്തികേടായിരിക്കും കേട്ടോ. ഇങ്ങനെ സിംഗിൾ ലെയറായിട്ട് എടുക്കുക. ഇത് നമുക്ക് നെക്കിൻ്റെ ഭാഗത്തും കൊടുക്കാം, സ്ലിറ്റിലും കൊടുക്കാം, ഷോളിലൊക്കെ കൊടുക്കാം. അടിപൊളി പറ്റിയ വർക്കാണ് കേട്ടോ. അങ്ങനെ അത് ചെയ്തെടുത്തതിന് ശേഷം അവസാനമായിട്ട് ഞാൻ ഇതിൽ ലോക്കിടുന്നതും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതായത് നമ്മൾ സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തൂടെ കുത്തി ബാക്കിലൂടെ എടുത്തിട്ട് കെട്ടിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. എങ്ങനെയുണ്ട്? ഇപ്പം തന്നെ കാണാൻ നല്ല രസമില്ലയോ? എന്നിട്ട് അതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് നമ്മുടെ ഡേസിയുടെ സ്റ്റിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് സൂചി അടിയിൽ നിന്ന് കുത്തി പുറത്തോട്ട് എടുക്കുക. ശേഷം അവിടെ നിന്ന് തന്നെ കുത്തി ഒരു 4 ഇഞ്ച് ഫ്രണ്ടിലോട്ട്, അതായത് നമ്മുടെ ഈ ഒരു ഗ്രീൻ ലൈൻ ഇല്ലയോ, ആ തൊട്ടടുത്തായിട്ട് തന്നെ വരണം. എന്നിട്ട് സൂചിൻ്റെ അടിയിലൂടെ നൂലെടുത്തിട്ട് വലിച്ചെടുക്കുക. ശേഷം അതിൻ്റെ വെളിയിലോട്ട് കുത്തി താഴോട്ട് എടുക്കുക. അത്രേ ഉള്ളൂ. ഇതിൽ വലിയ ഒട്ടും പാടില്ലാത്തൊരു സംഭവമാണ്. പക്ഷേ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടി എന്ത് രസമാണെന്നറിയോ. സത്യം പറഞ്ഞാൽ കണ്ട ഉടനെ നിങ്ങൾ ചെയ്തു നോക്കുമെന്ന് എനിക്ക് തന്നെ ഉറപ്പ് തോന്നുന്നു. അത്രയും അടിപൊളി സ്റ്റിച്ചാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കണം. നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം ചുരിദാറിലോ സാരിയിലോ ഇനിയിപ്പോൾ ഷോളിലോ അങ്ങനെയൊക്കെ ചെയ്തു നോക്കുക. സൂപ്പറായിരിക്കും കേട്ടോ. ഇങ്ങനെ വട്ടത്തിൽ തന്നെ ചെയ്യണമെന്നില്ല, സ്ട്രൈറ്റ് ആയിട്ടും ചെയ്യാം. അതല്ല കുറച്ച് കേവായിട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ. എൻ്റെ ഫൈനൽ ലുക്ക് കാണാനായിട്ട് നിങ്ങൾ വലിയ ആകാംക്ഷയോടെ ഇരിക്കുന്നുണ്ടായിരിക്കും. കാരണം ഞാൻ ഇപ്പോൾ ഫൈനൽ ലുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയല്ലോ. അതുകൊണ്ട് നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടായിരിക്കും. സത്യത്തിൽ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒടുക്കത്തെ ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പോൾ ആ ഒരു ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷേ വെറുതെ ഇരിക്കുന്ന സമയത്തിൽ ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും കേട്ടോ. ഇത് നമുക്ക് സത്യത്തിൽ ഇരുന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു അരമണിക്കൂറിന് അത് സുഖമായിട്ട് ഇത് ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് സൂപ്പർ സ്റ്റിച്ചാണ്, സൂപ്പർ മോഡൽ സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ അവസാനത്തെ സ്റ്റിച്ചും കൂടെ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കിയാണെങ്കിൽ എന്ത് ഭംഗിയായിരിക്കുന്നു എന്ന് കാണാനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഈ സ്റ്റിച്ച് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഹാഫൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഫുള്ളായിട്ട് റൗണ്ടായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഓക്കെ ചെയ്യുന്നത്. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ ഞാൻ കൊടുക്കാൻ പോകുന്ന ആൾക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇതിൻ്റെ ബാക്കി സ്റ്റിച്ചൊക്കെ ഞാൻ വരും ക്ലാസ്സുകളിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഫൈനൽ ലുക്ക് നോക്കിക്കുക എന്ത് ഭംഗിയാണെന്ന്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ഒരു ഹാർട്ടെങ്കിലും കമന്റ് ചെയ്യണേ. എന്നാ ഓക്കെ, ബൈ.